അസ്സലാമു അലൈക്കും. ഫേസ്ബുക്കിലൂടെ ഞാനിന്നൊരു വീഡിയോ കണ്ടു. ഇതിലൊരു പെൺകുട്ടി വന്നുകൊണ്ട് ഒരു മുസ്ലിമായ പയ്യൻ തന്നോട് മതം മാറാൻ ആവശ്യപ്പെട്ടുവെന്നും മതം മാറിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നും അത്തരത്തിലുള്ള ഭീഷണി മുഴക്കിയെന്നൊക്കെ ആ പെൺകുട്ടി പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമെന്നോണം ഇത്തരമൊരു ക്യാപ്ഷനും വീഡിയോയും ഒക്കെ കണ്ട ഉടൻ തന്നെ സകല ഇസ്ലാമിക വിരുദ്ധരും ഈ വീഡിയോയ്ക്ക് താഴെ വന്നുകൊണ്ട് മുസ്ലിമീങ്ങളെ മൊത്തത്തിൽ അവഹേളിക്കുന്ന, ഇസ്ലാമിനെ മൊത്തത്തിൽ പരിഹസിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളാണ് അവർ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. അതായത് ഇത് എൻ്റെ കൂടെ 10ൽ പഠിച്ച ആളായിരുന്നു. പിന്നെ ഞങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ മെസ്സേജ് അയച്ച് ആദ്യമൊന്നും ഞാൻ വലിയ താല്പര്യമില്ലാതെ നിന്ന്, പിന്നെ മെസ്സേജ് അയപ്പോൾ അത് ഭയങ്കര ശല്യമായിരുന്നു. അങ്ങനെ റിലേഷനിലായി. നോക്കൂ, ഇവിടെയും വില്ലനായി മാറിയത് ഇൻസ്റ്റഗ്രാം തന്നെയാണ്. പലപ്പോഴും ഈ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ആപ്പ് പലപ്പോഴും ആളുകൾക്ക് തന്നെ അത് ആപ്പായി മാറുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഉപയോഗിക്കുന്നവരുണ്ട്, നല്ല രീതിയിൽ ഉപയോഗിച്ച് അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു പോകുന്നവരുണ്ട്. നോക്കൂ, ഏതൊരു സാധനമായിരുന്നാലും ശരി, അതിൽ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. നമ്മുടെ ചോയ്സാണ് തിരഞ്ഞെടുക്കേണ്ടത് നല്ലതാണോ അതോ ചീത്തയാണോ എന്നുള്ളത്. നല്ല മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അവൻ നല്ലത് മാത്രമേ തിരഞ്ഞെടുക്കൂ, അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ അവൻ ചെയ്യുകയുള്ളൂ. ഇനി അത് ദുരുപയോഗം ചെയ്തുകൊണ്ട് മറ്റുള്ള ചീത്ത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവൻ ആ ചീത്ത ഓപ്ഷൻ മാത്രമേ തിരഞ്ഞെടുക്കുകയുള്ളൂ. ഇൻസ്റ്റഗ്രാം വഴി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ പല പെൺകുട്ടികളും ചതിക്കുഴിയിൽ പെട്ടുപോകുന്നത് ഇത്തരം ഈ ഒരു ഇൻസ്റ്റഗ്രാം ആപ്പ് വഴി തന്നെയാണ്. ഇവിടെ ഈ പെൺകുട്ടി ആ പയ്യനുമായി, കൂടെ പഠിച്ച ആ പയ്യനുമായി ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടുവെന്നും റിലേഷനിലായി എന്നുമാണ് പറയപ്പെടുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് മൊബൈൽ ഫോണുണ്ട്, ഇൻസ്റ്റഗ്രാം ഒക്കെ ഉണ്ട്. ഇവിടെയാണ് പ്രശ്നമായി മാറുന്നത്. നമ്മുടെ മക്കളെ, ഞാൻ പലപ്പോഴും വീഡിയോ ചെയ്യുന്ന സമയത്ത് പലപ്പോഴായി പറഞ്ഞു വെക്കാറുണ്ട്, നമ്മുടെ മക്കൾക്ക് പെൺമക്കളാണെന്നൊക്കെ കരുതിക്കൊണ്ട് നാം പലപ്പോഴും ഫോണും മറ്റുമൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഫോൺ വാങ്ങിക്കൊടുക്കുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി അവരുടെ കാര്യത്തിൽ ശ്രദ്ധ കൂടി വേണം. അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി അതിനെ നിങ്ങൾ വീക്ഷിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ആരും അറിയാതെ, മാതാപിതാക്കളൊന്നും അറിയാതെ ഈ പെൺകുട്ടി പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു റിലേഷനിലേക്ക് അവർ ചെന്ന് ചാടാം. ഇനി ആ പെൺകുട്ടി പറയുന്ന ബാക്കി കാര്യം കൂടി കേൾക്കാം. ആദ്യമൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഭയങ്കര ഞാൻ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഞാൻ പൊട്ടിടരുത് എന്നുള്ള രീതിയിൽ വന്ന് ഞാനത് കുറേയൊക്കെ ഞാനത് അനുസരിച്ച്. കാരണം ആ ഒരു സമയത്ത് എനിക്ക് അനുസരിക്കേണ്ടി വന്നു. കാരണം ഞാൻ ഇത് പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ പോയി ആത്മഹത്യ ചെയ്യും, നിന്റെ പേര് ഞാൻ എഴുതി വയ്ക്കും, നിന്നെ ഞാൻ വെറുതെ വിടൂല, നീയാ കാരണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ്. അപ്പം പേടിച്ച് ഞാൻ അങ്ങനെ നിൽക്കുകയായിരുന്നു ചെയ്തത്. നോക്ക്, അങ്ങനെ റിലേഷനിലായ പയ്യൻ പറയുന്നു, നീ പൊട്ടൊന്നും തുടരുത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് എന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും, ആത്മഹത്യ ചെയ്തതിന് ശേഷം നിന്റെ പേര് എഴുതി വയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നു. സ്വാഭാവികമെന്നോണം ആ ഭീഷണിയിൽ ഭയപ്പെട്ടുകൊണ്ട് ആ പയ്യൻ പറഞ്ഞതുപോലെ ഈ പെൺകുട്ടിയും ചെയ്യുകയാണ്. നോക്കതെന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആ കാര്യം നിങ്ങളുടെ മാതാപിതാക്കളെ അറിയിക്കുക. പലപ്പോഴും ഈ പെൺകുട്ടികൾ പല കാര്യങ്ങളും അത് മാതാപിതാക്കളിൽ നിന്നും ഒളിച്ചു വെക്കാറുണ്ട്. അത് അവർക്ക് തന്നെ വലിയ അപകടകരമായി മാറും. അതിനാൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഇനി ആ പെൺകുട്ടി പറയുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്, അതുകൂടി ഒന്ന് കേൾക്കാം. എന്നെ മലപ്പുറം പൊന്നാനിയിൽ 15 ദിവസത്തെ ഒരു ക്ലാസ് ഉണ്ട്, അതിന് കൊണ്ടുപോകും എന്നിങ്ങനെ പറഞ്ഞു. അതിന് മുമ്പ് ഒരു ദിവസം എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു, അവന് 21 വയസ്സായി, ഒരാഴ്ച മാക്സിമം, അതിന് ശേഷം അവൻ നോക്കി നിൽക്കില്ല, ഞാൻ കൂടെ ഇറങ്ങി ചെന്നേ പറ്റൂ, അതിന് എങ്ങനാണോ ആരെ കൊന്നിട്ടാണെന്നോ അവൻ അറിയണ്ട, പോയേ പറ്റുള്ളൂ. എന്നിട്ട് ആലപ്പുഴയിൽ ഒരു ജോബി എന്നും പറഞ്ഞ ഒരാളുണ്ട്, അയാളുടെ വീട്ടിൽ കൊണ്ട് തന്നെ നിർത്തും, അവിടെ നിന്ന് അവൻ ജോലിക്ക് പോയി അങ്ങനെയൊക്കെ പറഞ്ഞ്, എന്നിട്ട് എന്നെ അവിടെ കൊണ്ട് നിർത്തുമെന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം പറഞ്ഞ് എന്നെ പൊന്നാനിയിൽ കൊണ്ടുപോകുന്നു, മതം മാറാൻ 15 ദിവസത്തെ ഒരു ക്ലാസ് ഉണ്ട്. അപ്പം പതുക്കെ ഞാൻ ഈ ഹിന്ദു മതത്തിൻ്റെ അടുത്ത് നിന്ന് വേർതിരിഞ്ഞ്. കാരണം ഞാൻ അമ്പലത്തിൽ പോകുന്നത് അവന് ഇഷ്ടമല്ല, പൊട്ടിടാനോ കുറിയിടാനോ ഒന്നും സമ്മതിക്കത്തില്ല. അങ്ങനെ ഞാൻ കുറിയും പൊട്ടും ഒക്കെ ഇട്ടിട്ടൊരു ഫോട്ടോയോ റീലോ ഇൻസ്റ്റയിലോ വാട്സപ്പിലോ സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്നെ ഒരുപാട് ചീത്ത വിളിച്ച്, നീ ഇങ്ങനെ പൊട്ടിടരുത്, എനിക്കിഷ്ടമല്ല, ഞാൻ തുറന്ന് പറയുക, നീ ഇങ്ങനെ പൊട്ടിടുന്നതെന്ന് എനിക്കിഷ്ടമല്ല, നീ ഇനി മേലെ അങ്ങനെ ഇട്ട് പോകരുത്. എന്നിട്ട് എന്നോട് എപ്പോഴും പറയും, ഞാൻ എപ്പോഴും കൃഷ്ണ ദൈവമേ എന്നൊക്കെ വിളിക്കുന്ന സ്ഥാനത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇനി കൃഷ്ണാന്നും ദൈവമേ എന്ന് ശിവനെ എന്നൊന്നും വിളിക്കല്ലേ, പടച്ചോനെ റബ്ബേന്ന് മാത്രമേ വിളിക്കാവൂ, എൻ്റെ ചെവിയിൽ അത് മാത്രമേ കേൾക്കാവുന്നതുകൊണ്ട് എന്നെ കൊണ്ടത് വിളിപ്പിച്ചിട്ടുണ്ട്.
ഒരു വട്ടം. പിന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും പോയിട്ടൊന്നുമില്ല. നമുക്ക് ആ പയ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് പറഞ്ഞു വെക്കുന്നത്. മലപ്പുറത്ത് പൊന്നാനിയിൽ ചെന്നുകൊണ്ട് മതം മാറണം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ലാസ്സൊക്കെ ഉണ്ട് എന്ന് ആ പയ്യൻ പറഞ്ഞു വന്ന് ഈ പെൺകുട്ടി പറഞ്ഞു വയ്ക്കുകയാണ്. മാത്രമല്ല ജോബി എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലേക്ക് കൊണ്ടാക്കുകയും എന്നൊക്കെ ഈ പെൺകുട്ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം പൊട്ടു തൊടാൻ പാടില്ല, കൃഷ്ണ എന്നൊക്കെ വിളിക്കാൻ പാടില്ല, നീ ഇനി മുതൽ റബ്ബേ അള്ളാഹുവേ എന്നൊക്കെ മാത്രം വിളിച്ചാൽ മതി എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ആ പെൺകുട്ടി പറഞ്ഞു വയ്ക്കുകയാണ്. നോക്കി ഈ പെൺകുട്ടി പറയുന്ന കാര്യത്തിൽ വാസ്തവമുണ്ടെങ്കിൽ തീർച്ചയായും അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥകളൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ ഒരു പയ്യൻ അത്തരത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് വലിയ അപകടമാണ്. മുസ്ലിമാണെന്ന പേരും പറഞ്ഞുകൊണ്ട് ആ പയ്യൻ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ അത് മുസ്ലിമീങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കി വെക്കുന്നത്. ആ വീഡിയോയ്ക്ക് താഴെ വന്നുകൊണ്ട് നിരവധി ആളുകൾ മുസ്ലിമീങ്ങൾക്കെതിരെ വലിയ രീതിയിൽ ആക്ഷേപിക്കുകയും അവർ ഇത്തരക്കാരാണ് എന്നുള്ള തരത്തിലൊക്കെ ഒരുപാട് മോശമായ കമൻറ്റുകളൊക്കെ ഇടുന്നുണ്ട്. നമുക്ക് ഒരിക്കലും ഒരു യഥാർത്ഥ മുസ്ലിമായ ഒരു മനുഷ്യന് ഒരിക്കലും ഇങ്ങനെ ചെയ്യാനോ ചിന്തിക്കാനോ സാധിക്കില്ല. കാരണം ഇസ്ലാമിൽ ഒരിക്കലും ബലാത്കാരമില്ല, നിർബന്ധിത മതപരിവർത്തനം ഇസ്ലാമിലില്ല. അത് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും നമുക്ക് വ്യക്തമായി അള്ളാഹുവിൻ്റെ റസൂലും അള്ളാഹുവും പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇസ്ലാം എന്നത് വാളുകൊണ്ട് പ്രചരിച്ച മതമല്ല. ഇസ്ലാം എന്നത് സ്നേഹത്തിലൂടെയും മാനവികതയിലൂടെയും ലോകത്ത് വളർന്നു വന്ന മതമാണ്. ഇതോടൊപ്പം നാം മനസ്സിലാക്കേണ്ടത് ഏതു മതത്തിലായാലും, അതിപ്പോൾ ഹിന്ദു മതത്തിലായാലും ഇസ്ലാം മതത്തിലായാലും ക്രിസ്ത്യൻ മതത്തിലായാലുമൊക്കെ അവരുടെ മാതാപിതാക്കളൊക്കെ അവരുടെ മക്കളെ അവരുടെ വിശ്വാസമനുസരിച്ച് അവരുടെ ആചാരമനുസരിച്ച് മാത്രമാണ് തങ്ങളുടെ മക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ അവർ ആഗ്രഹിക്കുകയുള്ളൂ. നൊന്ത് പ്രസവിച്ച് അധ്വാനിച്ച് പോറ്റി വളർത്തിയ മാതാപിതാക്കളെ ഒരിക്കലും വേദനിപ്പിക്കരുത്. അവരുടെ ആ ഒരു ശാപം നമ്മളെ ഒരിക്കലും വിട്ടുപോവുകയില്ല. വർഷങ്ങളായി പോറ്റി വളർത്തിയ മാതാപിതാക്കളെ മറന്നുകൊണ്ട് ഇന്നലെ കണ്ടവൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം പിന്നീട് നരകതുല്യമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവുകയില്ല. ഉമ്മയും ഉപ്പയും ഒക്കെ ധിക്കരിച്ച് അവരെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് മറ്റൊരാണിനോടൊപ്പം അല്ലെങ്കിൽ മറ്റൊരു പെണ്ണിനോടൊപ്പം ഇറങ്ങി പുറപ്പെട്ട ആളുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ എത്ര കണ്ടതാണ്. അതുകൊണ്ടൊരിക്കലും നാം അവരുടെ മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കുക. ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും സ്കൂൾ വിദ്യാർത്ഥിനികളുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. പഠിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ സ്കൂളിലേക്ക് അയക്കുന്നത്. പഠിച്ച് പിന്നീട് വലിയ ഉയർന്ന ജോലിയൊക്കെ വാങ്ങി ആ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കുമൊക്കെ താങ്ങും തണലുമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതിനാൽ തന്നെ പഠിക്കേണ്ട സമയങ്ങളിൽ നിങ്ങൾ പഠിക്കുക. ആ സമയത്ത് ചെറുപ്രായമാണ്. ഇത്തരത്തിൽ പല വിധത്തിലുള്ള പ്രണയങ്ങളും മറ്റുമൊക്കെ നിങ്ങൾക്ക് തോന്നിപ്പോകാം. പക്ഷെ ഇതെല്ലാം നിങ്ങളുടെ ഈ പ്രായത്തിൽ തോന്നിപ്പോകുന്ന കാര്യങ്ങൾ മാത്രമാണ്. പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു തമാശയായി തോന്നും. അതുകൊണ്ട് പഠിക്കേണ്ട സമയങ്ങളിൽ പഠിക്കേണ്ടതിന് പകരം ഇത്തരം പ്രണയങ്ങളിലും ചതിക്കുഴിയിലുമൊക്കെ വീഴാതെ മാതാപിതാക്കളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹത്തിനൊത്ത് ജീവിക്കാൻ ശ്രമിക്കുക. നോക്കി എന്തായാലും ഈ പെൺകുട്ടി പറയുന്ന കാര്യത്തിൽ വാസ്തവമുണ്ട് എങ്കിൽ തീർച്ചയായും വലിയ രീതിയിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആ അന്വേഷണത്തിലൂടെ ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് പുറത്തേക്ക് വരേണ്ടതുണ്ട്.